ഇനി ഇയാൾ പറയുന്നുണ്ട്, ഞാനതിൽ പലതും പറഞ്ഞിരുന്നു, ലഹബി പറഞ്ഞതൊക്കെ ഞാനതിൽ ഉദ്ധരിച്ചിരുന്നു. ലഹബിയുടെ ഉസ്താദാണ് ഇബ്നു തൈമിയ. അപ്പൊ ഇബ്നു തൈമിയെ കുറിച്ച് ദഹബി പറഞ്ഞൊക്കെ ഞാൻ പറഞ്ഞിട്ട് അതൊന്നും ആ ചങ്ങാതി പറഞ്ഞില്ല, നമ്മൾ പറഞ്ഞില്ല എന്നാ പറയുന്നത്. അയാൾ ഇന്നലത്തെ പ്രസംഗം കേട്ടോളൂ. ആ പ്ലാൻ അനുസരിച്ച് അപ്പുറം ഇപ്പുറം മുറിക്കുകയാണ്. ഈ ഹഫീദുദ്ദഹബി പറഞ്ഞ വാചകം ഈ ചങ്ങാതി കേൾപ്പിക്കുന്നില്ല. അതുപോലെ ഒരുപാട് സംഗതികളുണ്ട്, ഞാൻ പറഞ്ഞ പലതും കേൾപ്പിക്കുന്നില്ല. എന്നിട്ട് ചില ഭാഗത്ത് നിന്ന് അടർത്തിയെടുത്തിട്ട് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും സ്വഭാവം വെച്ചിട്ട് ആളുകളെ വിശ്വാസം തകർക്കാനുള്ള ഒരു ഏർപ്പാട് ഈ അടുത്ത് തുടങ്ങിയതാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ആരും തെറ്റിദ്ധരിക്കണ്ട. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു, ഞങ്ങളുള്ള കാലത്തോളം അന്റെ ഒരു ഉടായ്പും നടക്കൂല. മനസ്സിലായില്ലേ? എന്താ പറഞ്ഞു ഒപ്പിച്ചത് ഇയാള്? ദഹബിയെ കുറിച്ച് ഞാൻ പറഞ്ഞത് ക്ലിപ്പിട്ടില്ല. ഞങ്ങൾ പണ്ഡിതന്മാരുടെ ഈ ഒരു പണ്ഡിതം വന്നിന് പാന്നല്ല അവിടെ പോലെ വെക്കാൻ പറ്റൂല, പേന്ന് മാത്രം പറയാം. അതിന്റെ അർത്ഥം സയ്യിദ് ജഹീൽ ബുഖാരി തങ്ങൾ പറഞ്ഞതിലുണ്ടല്ലോ, അതിന് മാത്രമേ വില പറ്റൂ. അപ്പൊ പണ്ഡിതനൊന്നും പറഞ്ഞു വരണ്ട, അതാണ് ഇരിക്കട്ടെ. എന്താ പറഞ്ഞത്? ദഹബ് ഈ അങ്ങനെ എന്തെല്ലാം ഇതിന് പറഞ്ഞിട്ടുണ്ടാവും. വാക്ക് ക്ലിപ്പിടല്ല ഞങ്ങളെ പണി. അബദ്ധങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച് ക്ലിപ്പിടും. ഈ ദഹബി പറഞ്ഞത് ഞാനത് കൊണ്ടോട്ടിയിൽ അതടക്കം വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ ഇയാൾ ഫുള്ള് കേട്ടിട്ടില്ല, അല്ലെങ്കിൽ കേട്ടതിനെ കേട്ടിട്ടില്ല എന്ന് നടിച്ചു. നമ്മൾ ദഹബി പറഞ്ഞൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ദഹബി ഇബ്നു തൈമിയെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് പേരോട് അതിൽ ഉദ്ധരിച്ചിരുന്നു. ഒന്ന്, ദഹബി പറഞ്ഞു അയാൾക്ക് പലപ്പോഴും ദേഷ്യം വരും, ദേഷ്യം മൂത്താൽ പിന്നെന്താ പറയാറിയില്ല. ദഹബി ആരെ കുറിച്ച് പറഞ്ഞു? ഇബ്നു തൈമിയെ കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ ഞാൻ വലിയ ആളാണെന്ന് തോന്നിയിട്ട് ചിലപ്പോൾ പല ആശയങ്ങളും വിളിച്ചു പറയും. കിബറാണ് അയാളെ പറ്റിച്ച്, ഇതൊക്കെ ദഹബി പറഞ്ഞു എന്നാ പറയുന്നത്. പക്ഷെ പേരോട് അതിൻ്റെ ലാസ്റ്റ് എന്ത് പറഞ്ഞ്? ദഹബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഉണ്ടാവുമെന്നറിയില്ല. നമ്മൾ ഇബ്നു തൈമിയുടെ കൂടെ കാപ്പി കുടിച്ചിട്ടില്ല, നമ്മൾ ഇബ്നു തൈമിയുടെ കൂടെ ചായ കുടിച്ചിട്ടില്ല. ദഹബി അങ്ങനെ രേഖപ്പെടുത്തിയെന്നല്ലാതെ നമുക്കെന്തറിയാൻ? നമ്മളെന്തിനെ സ്വീകരിക്കണം? ഇതുകൂടി ഈ ചങ്ങായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അയാളെ ക്ലിപ്പ് അയാളാപ്പ കട്ട്, അയാളെ ക്ലിപ്പ് അയാൾ കട്ടതാ. ദഹബി പറഞ്ഞിട്ടുണ്ട്. ദഹബി പറഞ്ഞത് പോലും ഇബ്നു തൈമിയുടെ കാര്യത്തിൽ ഉറപ്പില്ല എന്നാണ് ഒരു കാര്യത്തിൽ ഉറപ്പില്ലാത്ത ഇയാൾ പറഞ്ഞത്. കൊണ്ടോട്ടിയിലെ ആ ഭാഗം ഒന്ന് കേൾപ്പിച്ചു കൊടുക്കും. ഇയാൾ കേട്ടിട്ടുണ്ടാവില്ല, ഇയാളതൊക്കെ നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. കൊണ്ടോട്ടി പ്രസംഗത്തിലെ ആ ഭാഗം പറയൂലേ? അതുകൊണ്ട് അയാൾ മഹത്വവൽക്കരിക്കല. അത് ഒരു വൈരുദ്ധ്യം പറയും. കാരണം എന്താ? ഒരു സ്വന്തം ഉണ്ടാക്കുന്ന ദീന, അതിൽ വൈരുദ്ധ്യം ഉണ്ടാവുന്ന ഉറപ്പല്ലേ? അതാണ് ഒരാളെ മഹത്വവൽക്കരിക്കാനുള്ള കാരണം. എത്രത്തോളം എന്നറിയോ? ദഹബി ഇബ്നു തൈമിയുടെ സ്വന്തം ശിഷ്യനാണ്, മനസ്സിലാക്കണം. ദഹബി ഒരിക്കൽ പറഞ്ഞു, എന്റെ ഉസ്താദ് ഒരു ചൂടനാണ്. ചിലപ്പോ ചൂട് കയറിയിട്ട് അയാൾ ദേഷ്യം പിടിച്ച് എന്തൊക്കെയോ പറഞ്ഞു പോകും. ദഹബി അയാളെ വിശ്വാസക്കാരനുമാണ് പലതിലും. പക്ഷെ പേരോടിന്റെ അർത്ഥത്തിൽ പറയാ, ആണോ? നമുക്കറിയില്ലല്ലോ ചൂടനാണ്. ചൂടനാന്ന് അനുഭവിച്ച ആളാണ് ഈ പറയുന്നത്. ഈ ചൂടനത് തിരിയില്ല. ഈ ചെക്കൻ മനസ്സിലാക്കേണ്ടതൊക്കെ. ദഹബി പറഞ്ഞതിനെ കുറിച്ച് ഇയാള് പിന്നെ നന്നാക്കുക. എന്ത്? നമ്മളയാളെ കണ്ടില്ലല്ലോ, നമ്മളയാളോടൊപ്പം കാപ്പി പിടിച്ചില്ലല്ലോ. എന്തൊക്കെയാണ് ഇബ്നു തൈമിയ നന്ദി AP സമസ്തയാണെന്നുള്ളത് മറക്കണ്ട. അതാ നമ്മളെ മശായിഖ് പറഞ്ഞത്, ഈ എന്ത് പറയണം എന്നുള്ളത് വരെ ഞങ്ങളെ മശായിഖ് തീരുമാനിക്കുന്നു. ബോധത്തോടു കൂടി എന്നിട്ട് വിഷയം മാറ്റല്ലേ, പാണക്കാട്ടേക്ക് വണ്ടി തിരിക്കാന്നാ. പാണക്കാടിന്റെ മഹത്വത്തിലുണ്ട്. ബിദ്അത്തിലേക്ക് പോയ AP സമസ്ത മറ്റേ ആള് പറഞ്ഞ പോലെ സെൽഫ് ഗോൾ അടിച്ച് നടക്കല്ലേന്ന് അത്ര കാലം. ഒന്ന് കേട്ടോളൂ, ദഹബിന്റെ വാക്ക് വരെ അയാൾ നന്നാക്കണം. നമ്മൾ സ്വീകരിക്കുന്ന മാർഗം. ഇനി ഇതിൽ തന്നെ കുറെ വിശദീകരിച്ച് പറയുമ്പോ അദ്ദേഹത്തെ സംബന്ധിച്ച് പല പണ്ഡിതന്മാരും പല അഭിപ്രായക്കാരായി എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ ദഹബിയുടെ വാചകം ഇത് ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ചില ചർച്ചകളിലൊക്കെ സംഭവിക്കുമ്പോ പെട്ടെന്ന് ചൂടായ ചിലപ്പോൾ അയാൾ പല സംഗതിയും പറയുമ്പോൾ ചിലപ്പോൾ റെഡി ഉണ്ടാവില്ല.
എന്നൊക്കെ ഇതിൽ തന്നെ പറയുന്നുണ്ട്. അത് ദഹബിന്റെ കിതാബിൽ ദഹബിയും പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാന്നല്ലാതെ നമ്മളെ കയ്യിൽ നമ്മളെന്തിനാ വെറുതെ അദ്ദേഹത്തെ പറഞ്ഞു? നമ്മളെ അയാൾ കണ്ടിട്ടില്ല, അയാള് ശബ്ദം കേട്ടിട്ടില്ല, നമ്മളയാളെ ഇവിടെ ചായ കുടിച്ചിട്ടില്ല, കാപ്പിയും കുടിച്ചിട്ടില്ല. എന്താ വർത്താനം? നമ്മളയാളെ കൂടെ ചായ കുടിച്ചിട്ടില്ല, അയാളൊപ്പം കിടന്നിട്ടില്ല, അയാളൊപ്പം ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി അയാളെ കുറിച്ച് ദഹബി എങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആർക്കറിയാം, അതൊന്നും ഉണ്ടാവോ ഇല്ലേ അതൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല. ഇതൊക്കെ എടുത്ത ഉസൂലാണോ ഈ എടുത്തുകൊണ്ടിരുന്നത്? ഒരാളെ കുറിച്ച് അഭിപ്രായം പറയണമെങ്കിൽ അയാളൊപ്പം പോയി ചായ കുടിക്കണോ? ഇത് നമ്മൾ പറഞ്ഞതാണെന്ന്. കാരണം ദഹബിയാണിത് പറയാൻ ഇബ്നു തൈമിയ്യയുടെ ശിഷ്യൻ എന്ന നിലയ്ക്ക് യോഗ്യൻ. അപ്പൊ ദഹബി അത് പറഞ്ഞു, അയാൾക്ക് ഇങ്ങനൊക്കെ ഒരു അസുഖമുണ്ട്. അപ്പൊ ഇയാള് പറഞ്ഞു ദഹബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമ്മളയാളപ്പം ചാടിച്ചിട്ടില്ലല്ലോ. ദഹബി അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ പിന്നെ അത് സ്ഥിരീകരിക്കണേ നമ്മൾ പോയി ചായ എടുക്കണോ? ഇബ്നു അബ്ദുൽ വഹാബിന്റെ ശിഷ്യൻ അയാൾ ഇന്ന കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞു. ഇബ്നു അബ്ദുൽ വഹാബിന് ആ വാദം ഉണ്ട് എന്ന് എനിക്ക് പറയണമെങ്കിൽ ഞാനും ഇബ്ദുൽ വഹാബും കൂടി ചായ കുടിക്കണം എന്നാ നിയമം. അപ്പൊ അതിനും അയാൾ തള്ളുകയാണ്, ഉറപ്പില്ല എന്നാ പറഞ്ഞു. ദഹബി പറഞ്ഞ കാര്യം തന്നെ ഉറപ്പില്ല എന്നല്ലേ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അതും എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ വിഷയം എന്താ? നിങ്ങളങ്ങനെ അട്ടിമറിച്ച് രക്ഷപ്പെടാനും നോക്കണ്ട. നിങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ വാദം സ്വന്തം കിതാബിൽ ഇബ്നു തൈമിയ്യ എഴുതിയതിൽ പോലും ഉറപ്പില്ല, അതിന്റെ കൈപ്പടി കണ്ടിട്ടില്ല. കാരണം 2, വ്യക്തിപരമായ നിലപാടുകൾ പറയണ്ട, തെറ്റാണത്. മൂന്നാമത്തതായി ദഹബി വരെയുള്ള ആളുകൾ രേഖപ്പെടുത്തിയതിൽ പോലും നമ്മൾ അയാളെ കൂടെ ജീവിക്കാത്തത് കൊണ്ട് അയാൾ അങ്ങനെ പറഞ്ഞു എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. ഈ 3 ആശയം ഇപ്പൊ തന്നെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, വാഴക്കാട് പോലെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ പ്രസംഗിച്ചത് ഇതിനെതിരാണ്. കാരണം വാഴക്കാട് എത്തിയപ്പോൾ ഉറപ്പിച്ചാണ് അയാൾ പറഞ്ഞത്. എന്താ പറഞ്ഞന്ന്? എല്ലാ പടച്ച കക്ഷികൾക്കും നേതാവാണ് ഇബ്നു തൈമിയ്യ. അയാളെപ്പോലെ നശിച്ച ആളില്ല, അയാൾ ദോല്ലും മുതില്ലുമാണ്, അയാളെക്കുറിച്ച് മുബത്തദിയാണെന്ന് വിശ്വസിച്ചോളണം. ഇതൊക്കെ പ്രസംഗിച്ച ആളാണ് പേരോട്. അപ്പൊ വാഴക്കാട് പറഞ്ഞത് അയാൾ വിട്ടു. അതിനയാളെ മറുപടി എന്താ അറിയോ? എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഒന്നെന്നെ പറയാനാവോ എന്നാണ്. അവിടെ പറഞ്ഞത് അങ്ങനെയാണ്, ഇവിടെ പറയേണ്ടത് ഇങ്ങനെയാണ്, അത് രണ്ടും ഉണ്ടാവുന്നതാണ്. അതന്നെ ഞങ്ങൾ പറഞ്ഞ് തലക്ക് സുഖല്ല. എന്നിട്ട് അയാൾ ഉദാഹരണം പറയാ, എന്ത്? ഞങ്ങൾ നിക്കാഹിന്റെ സദസ്സിൽ ചെന്നാൽ നിക്കാഹിനെ കുറിച്ച് പറയും, അപ്പുറത്ത് പള്ളി ഉദ്ഘാടനത്തിന് പോയാൽ പള്ളിയെ കുറിച്ച് പറയും. എല്ലാം ഒന്നാകുമോ? അതാണോ ഇവിടുത്തെ വിഷയം? ഇവിടുത്തെ വിഷയം അതല്ല. നേരത്തെ ഇബ്നു തൈമിയ്യയെ കുറിച്ച് പറഞ്ഞത് ഉറപ്പിച്ച് അയാൾ പഠിച്ചു എന്നാണ്. അയാൾ കിതാബെടുത്ത് വായിച്ചിട്ടാ പറഞ്ഞ്, ഉലമാ രേഖപ്പെടുത്തിയത് വിശദീകരിച്ചിട്ടാ പറഞ്ഞ്. ഇന്ന് അതൊന്നും ഉറപ്പില്ലാതായി. രണ്ടും രണ്ടാണ്. കേട്ടോളൂ, വാഴക്കാട്ട് പറഞ്ഞതിന് അയാളൊന്ന് കോട്ടിമാട്ടുണ്ട്. ഒന്ന് പറയട്ടെ.